എല്ലാവർക്കും നമസ്കാരം. വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അവധിക്കാലത്ത് ഒരുപാട് സന്തോഷങ്ങളും ആനന്ദങ്ങളുമുള്ള ഇടയിൽ ആസ്വദിക്കുന്നതിനിടയിലാണ് കുറച്ച് ഗൗരവമായ രചനയുടെ കാര്യങ്ങളിലേക്ക് നിങ്ങളിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇനിയും കുട്ടികൾ ഇവിടെ എത്തിച്ചേരാനുണ്ട്. ഈ വളരെ താല്പര്യത്തോടെ ദൂരേന്ന് വരുന്ന കുട്ടികൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചവരായതുകൊണ്ടും അത് കോഴിക്കോട് നിന്നൊക്കെ എത്തിയിട്ടുള്ള കുട്ടികളുള്ളത് കൊണ്ടും ക്യാമ്പിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കുന്നു. അത്രയും താല്പര്യത്തോടെയാണ് അവരെല്ലാം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് നിങ്ങളിന്ന് ഇവിടെ വരുന്നതിന് മുമ്പ് തൃശ്ശൂര് ഒരു 2 ദിവസം മുമ്പ് അല്ലെങ്കിൽ 1 ദിവസം മുമ്പ് ഇവിടെ പൂരമായിരുന്നു. വളരെ അധികം സന്തോഷമുള്ള തൃശ്ശൂരിൻ്റെ മാമാങ്കാണ് പൂരം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ പത്രദ്വാര വായിച്ചിട്ടുണ്ടായിരിക്കാം, നമ്മുടെ അതിർത്തിയിലെ ഒരു വെടിക്കെട്ട് നടക്കുന്നത് അല്ലേ. വളരെ സങ്കടമുള്ള ഒരു അവസ്ഥയിലാണ് അവിടുത്തെ കുഞ്ഞുമക്കൾ. പല വീഡിയോസും നമ്മൾ കണ്ടു, ചിത്രങ്ങൾ, അവരുടെ പുസ്തകങ്ങൾ നഷ്ടപ്പെട്ടത്, കുട്ടികൾ കരയുന്നത്, മാതാപിതാക്കൾ നഷ്ടപ്പെട്ടത് ഒക്കെ നമുക്ക് വായിക്കാം. അത്തരം ഒരു യുദ്ധത്തിൻ്റെ അല്ലെങ്കിൽ കലാപത്തിൻ്റെ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ നാട് എത്തിയിട്ടില്ല. നമുക്കത് ബാധിക്കില്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് അതിൻ്റെ ആദിവ്യാധി സങ്കടങ്ങൾ ഉൾക്കൊള്ളാനാവില്ല എന്ന് പറയാനാവില്ല. അവരുടെ സങ്കടങ്ങൾ നമ്മുടെ സങ്കടങ്ങൾ തന്നെയാണ്. അത്തരം അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെട്ടാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. ഏത് സമയത്തും നമുക്കും അങ്ങനെയുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മൾ കടന്നു വരാം. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുള്ളത് ഒരു എന്താ പറയുക, ഒരുപാട് കുട്ടികളുള്ള അതിൽ നിന്ന് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരുപാട് കുട്ടികൾ ഉള്ള ഒരു അവസ്ഥയിൽ നിന്ന് കുറച്ചു പേർ മാത്രമാണ് നമ്മളിവിടെ തിരഞ്ഞെടുക്കപ്പെട്ടവരായിട്ട് എത്തിയിട്ടുള്ളത്. ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ ശ്രീബുദ്ധൻ സന്യാസിമാരെ തിരഞ്ഞെടുക്കുന്ന ഒരു അവസ്ഥ വായിച്ചത് ഓർക്കുകയാണ്. നമ്മുടെ സോണിയ ചെറിയാൻ്റെ ഇന്ത്യൻ റെയിൻബോ എന്ന വളരെ നിങ്ങളെല്ലാവരും വായിച്ചിരിക്കേണ്ട ഏറ്റവും നല്ലൊരു പുസ്തകമാണ്. അതിൽ ഞാൻ വായിക്കാനിടയപ്പോൾ വായിച്ചിട്ടുള്ളതാണ്. ബുദ്ധൻ സന്യാസിമാരെ തിരഞ്ഞെടുക്കാനായിട്ട് ഇങ്ങനെ പോവാണ്. വളരെയധികം വലിയൊരു ഘോഷയാത്ര നടക്കുന്ന ഒരു സന്ദർഭത്തിൽ ഒരു നഗരമധ്യത്തിലുള്ള ഒരു ആലയിൽ ഒരു സ്ത്രീ അവിടെ അമ്പിന് മൂർച്ച കൂട്ടുകയാണ്. അപ്പോൾ അവളാണെങ്കിൽ ഇത്രയും ബഹളങ്ങൾ പുറത്ത് ഉണ്ടായിട്ടും വളരെ ഏകാഗ്രമായാണ് അവൾ ചെയ്യുന്ന ആ പ്രവൃത്തി ചെയ്യുന്നത്. അപ്പോൾ ബുദ്ധൻ അവളെയാണ് പിന്നീട് ആ കരുവാൻ്റെ മകളെയാണ് പ്രഥമ സ്ഥാനം തൻ്റെ ശിഷ്യഗണത്തിലേക്ക് പെടുത്തിയത്. അപ്പം അതിൻ്റെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ, ഒരു വ്യക്തി അവരുടെ സൗന്ദര്യമോ ഒന്നുമില്ല, നമ്മൾ രചനയുടെ തലത്തിലേക്ക് സൂക്ഷ്മാർത്ഥത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കണം രചന നടത്തുന്നവർ, എഴുത്തിൻ്റെ മേഖലയിലേക്ക് കടക്കുന്നവർ ഏകാഗ്രമായ ഒരു ജാഗ്രതായ ഒരു സമർപ്പണം തന്നെ വേണം. അവരാണ് മുന്നോട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരായി മാറുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുണ്ണി മാഷ് എഴുതിയിട്ടുള്ള ഒരു കവിതയുണ്ട്, നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കും, വായിച്ചിരിക്കും മുമ്പ്. കുഞ്ഞുണ്ണി മാഷ് ഒരുപാട് കവിതകൾ നമുക്ക് എല്ലാവർക്കും അറിയാം. അതിലെ ഒരു പിന്നോട്ട് മാത്രം മടങ്ങുന്ന കാലുകൊണ്ടല്ലയോ മുന്നോട്ട് പായുന്നിതാളുകൾ എന്നുള്ളൊരു വരിയുണ്ട്. അപ്പോൾ നമുക്ക് അറിയാം, നമ്മളെല്ലാവരും കാണുന്നതാണ് നമ്മുടെ കാലുകൾ എങ്ങോട്ട് മടങ്ങിയിട്ടാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ നടത്തത്തിൻ്റെ ആ സൂക്ഷ്മ ചലനങ്ങൾ എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ മാഷ് അത് വരിയാക്കിയപ്പോൾ നമ്മളത് കൂടുതൽ അർത്ഥഗഹനതയോടെ അത് കാണും. എന്ന് വെച്ചാൽ ആ വരികൾക്കിടയിൽ വേറൊരു അർത്ഥം കൂടി ഒളിഞ്ഞിരിക്കുന്നുണ്ട്. എന്താ, ആർക്കെങ്കിലും പറയാനായിട്ട് സാധിക്കുമോ അതെന്താണെന്ന്? പിന്നോട്ട് മടങ്ങുന്ന കാലുകൾ, അതിനാണ് മാഷ് അതിൻ്റെ സൂചന അർത്ഥങ്ങൾ കൊടുത്തിട്ടുള്ളത്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല. ഇനി നിങ്ങൾ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ കൂടുതൽ നമുക്ക് ഉൾക്കാഴ്ചകൾ ഉണ്ടായിരിക്കും. അതെന്താണെന്ന് വെച്ചാൽ ഓരോ മനുഷ്യനും പിന്നോട്ട് മടങ്ങാനുള്ള ഒരു മനസ്സിൻ്റെ അവസ്ഥ എല്ലാ മനുഷ്യരുടെ ഉള്ളിലുള്ളതാണ്, പിന്നോട്ട് മടങ്ങാനുള്ളത്. ഇപ്പം നമുക്കറിയാം, നമ്മൾ ചെറിയൊരു നിസ്സാര കാര്യം ചെയ്യുമ്പോൾ പോലും നമ്മളൊരു പരീക്ഷ എഴുതി കൊടുക്കുക, മതി, നമുക്ക് പകുതി വെച്ച് നമുക്ക് മതി എന്ന് തോന്നും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുമ്പോഴും മതി 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 എന്ന് നമ്മളങ്ങനെ
അല്ലെങ്കിൽ നമുക്ക് അത് അർത്ഥവത്തായിട്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഏറ്റവും അറ്റം വരെ നമ്മൾ മനസ്സ് ജാഗ്രതായിട്ടിരിക്കണം. മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കണം, ഞാൻ തന്നെയാണ് ഇത് പൂർത്തീകരിക്കേണ്ടത്. അപ്പോൾ ഓടേണ്ട ആള് ഞാൻ തന്നെയാണ്, നമ്മളത് പൂർത്തിയാക്കണം എന്നുള്ളത് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ച് നമ്മൾ മുന്നോട്ട് കുതിക്കണം. അപ്പോൾ നിന്നിടത്തുനിന്ന് കുതിക്കാനായിട്ട് നമ്മുടെ മനസ്സ് ഒരുങ്ങണം. അതുപോലെ തന്നെ ഇപ്പോൾ ഞാനും ഒരു കവിയാണ്. അപ്പം ഞാനും ഈ നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് കാര്യങ്ങൾ കണ്ട് അല്ലെങ്കിൽ കേട്ട് നമ്മുടെ ഇപ്പോൾ പത്രദ്വാര നമ്മളറിയുന്ന സങ്കടങ്ങളിലൂടെ ഒക്കെ കടന്നു പോയിക്കൊണ്ട് നമ്മുടെ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ട് ഒക്കെ തന്നെയാണ് നമ്മൾ എഴുത്തിന് വിഷയങ്ങൾ സ്വാംശീകരിക്കുന്നത്. അപ്പോൾ ആ ഒരു അവസരത്തിൽ ഒരു ചെറിയൊരു സങ്കടം വന്ന സമയത്ത് ഞാനിങ്ങനെ വെറുതെ എൻ്റെ മുറ്റത്ത് ഉമ്മറത്തിങ്ങനെ വന്നിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന ഒരു സമയത്താണ് എൻ്റെ വീട്ടിലെ തന്നെ ഒരു വാഴ ചെടി ഇങ്ങനെ കാണുന്നത്. ആ സമയത്ത് അതിൻ്റെ ഫലം വെട്ടിയെടുത്തിട്ട് അതിൻ്റെ കുറ്റി മാത്രമായിരുന്നു. അതിൽ നിന്നൊരു ഉള്ളിൽ നിന്നൊരു മുള ഇങ്ങനെ കുതിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരിതാണ്, വെട്ടിയിട്ടും മുളച്ചു വരാൻ ഉൾക്കരുത്തുള്ള വാഴച്ചെടി പോലെ കവിത തുണച്ചപ്പോൾ എന്നുള്ള വരി അതുപോലെ തന്നെ ഞാൻ എഴുതി വയ്ക്കുകയാണ് ചെയ്തത്. അപ്പം പ്രകൃതി നമുക്ക് നൽകുന്ന പാഠങ്ങളുണ്ട്. നമുക്ക് ചുറ്റും നമ്മളൊന്ന് അതിൻ്റെ സൂക്ഷ്മാർത്ഥത്തിൽ അല്ലെങ്കിൽ വരികൾ കിട്ടാനായിട്ട് ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളിലേക്ക് കണ്ടാൽ മതി. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് ഞാനിങ്ങനെ, നിങ്ങൾക്കറിയാമല്ലോ ഇപ്പോൾ ഈ മോഡേൺ കാലത്ത് നമ്മൾ എന്താ പറയുക, മെസ്സേജുകൾ വാട്സപ്പിൽ ഒരുപാട് അയക്കുന്നതല്ലേ. അപ്പോൾ അങ്ങനെ ഒരു മെസ്സേജ് വരുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് നോക്കിയറിയാം അതിൽ 3 കുത്തുകൾ ഇങ്ങനെ ഇളകുന്നതായിട്ട്. അപ്പം ഞാൻ അതൊരു വരിയാക്കി മാറി, നൃത്തം ചെയ്യുന്ന 3 കുത്തുകൾ. നമുക്ക് ആവശ്യകയിൽ ഞാൻ ആ കവിത പോസ്റ്റ് ചെയ്യാൻ ചെയ്തത്. ഇവിടെ ഇപ്പം സമയം വൈകിയത് കൊണ്ട് അതൊന്നും ഞാൻ വായിക്കുന്നില്ല, ഒരുപാട് സെഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ചെറിയ നിസ്സാര കാര്യങ്ങളിൽ നിന്ന് പോലും നമുക്ക് രചനയ്ക്കുള്ള സ്പാർക്കുകൾ നമുക്ക് കിട്ടും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. പിന്നെ അതുപോലെ തന്നെ ധാരാളം വായിക്കുക. സ്വാഗത പ്രസംഗത്തിൽ ഞാൻ അധികം പറഞ്ഞ് നിൽക്കുന്നില്ല, ധാരാളം വായിക്കുക. ഇപ്പോൾ നോവലുകൾ എഴുതുന്ന ഒരുപാട് പേരുണ്ട്, കഥ, കവിത, നോവലുകൾ എഴുതുന്ന എത്രയോ നോവലുകൾ. നമുക്ക് ഓരോ വർഷവും വായിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ വായിച്ചിരിക്കേണ്ട പുസ്തകങ്ങൾ ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ പുസ്തക പ്രസാധകർ തരുമ്പോൾ ഒക്കെ ചാർട്ട് ചെയ്ത് പോവുക. എന്നിട്ട് ഏതാണ് നമുക്ക് താല്പര്യം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് എല്ലാം നമ്മൾ വായിക്കണമെന്നില്ല, സെലക്റ്റീവായിട്ട് മാത്രം നമ്മൾ വായിക്കുക. കൂടുതൽ വായിക്കുമ്പോൾ നമുക്ക് എഴുതാനായിട്ടുള്ള പ്രചോദനങ്ങൾ വരും. അപ്പോൾ അവരെഴുതിയ കല അനുകരണമാണോ എന്ന് പറയുമ്പോൾ ഒരർത്ഥത്തിൽ അനുകരണം തന്നെ. നമ്മളത് വായിക്കുമ്പോൾ നമുക്ക് വേറൊരു വിഷനാണ് നമ്മൾ കിട്ടുക. അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മൾ ഓരോന്നും നമ്മൾ ഉൾക്കൊണ്ട സമയം കളയാതെ, പിന്നെ എന്താ പറയുക, മറ്റുള്ള കുട്ടികളിൽ നിന്ന് വ്യത്യസ്തരാവാൻ ആഗ്രഹിച്ചിട്ടാണല്ലോ നമ്മൾ ഈ വഴി തിരഞ്ഞെടുത്തത്. അപ്പം അതിന് വരുന്ന ഒരുപാട് ഹഡിൽസ് ഉണ്ടാവും. മറ്റുള്ള കുട്ടികളുടെ പോലെ കളിക്കാനൊന്നും പറ്റില്ല. ഇപ്പോൾ ടീച്ചറാണെങ്കിൽ ഞാൻ ചെറൂർ NSP സ്കൂളിലെ ടീച്ചറാണ്. ഞാൻ ഉച്ചയ്ക്ക് 1:45 സ്കൂള് 12:45 സ്കൂളോട് എൻ്റെ കുട്ടികളിവിടെ 5 പേര് ഡാൻസ് ചെയ്തവർ എൻ്റെ സ്കൂളിലെ കുട്ടികളാണ്. അപ്പോൾ 1:45 ആകുമ്പോൾ ഞാൻ ലൈബ്രറിയിലേക്ക് 1:45 ഊണ് കഴിക്കാൻ വിട്ടാൽ 1 മണിക്ക് ഞാൻ ലൈബ്രറിയിൽ ചെന്നിരിക്കും. അപ്പോൾ അവരെന്നും വായിക്കും. ഇപ്പോൾ മറ്റ് അധ്യാപകർ അവിടെ സ്റ്റാഫ് റൂമിൽ ഇരിക്കുന്നുണ്ടാവും. പക്ഷെ നമുക്ക് ഇത് തിരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിൽ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമുക്കതിൽ കുറേ ആനന്ദങ്ങൾ, കുറേ സന്തോഷങ്ങൾ നമുക്ക് വേണ്ടാന്ന് വെക്കേണ്ടി വരും. എന്നാൽ തന്നെയാണ് നമുക്ക് അതിലേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങളും അത് ശീലിക്കുക. അതൊരു പ്രാക്ടീസാണ്. ആ ഒരു വഴിയിലേക്കുള്ള വഴി സ്വയം വെട്ടുക. ആരും നമ്മളെ കയ്യിൻ്റെ അടിയിൽ എടുത്തിട്ട് നീ അങ്ങനെ എഴുത്തുകാരനായിക്കോ അല്ലെങ്കിൽ ഇങ്ങനെ ഉയർന്നു പോക്കോന്നൊന്നും പറയില്ല. നമ്മൾക്ക് നമ്മുടെ ഇന്നർ എനർജി സ്വയം വഴി വെട്ടേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും അതിലേക്ക് കടക്കുക. ഇനി ഞാൻ അതിൻ്റെ ഔദ്യോഗികമായ സ്വാഗതത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് നമുക്ക് അധ്യക്ഷത വഹിക്കുന്നത് ഡോക്ടർ ജോൺ ജോഫി അവർകളാണ്. എഴുത്തുകാരനും പ്രഭാഷകനും ഒക്കെയാണ് അദ്ദേഹം നിങ്ങൾക്ക് കഥയെ പറ്റിയിട്ടുള്ള കൂടുതൽ ക്ലാസ്സുകൾ എടുക്കും. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഉദ്ഘാടന സെഷൻ കൈകാര്യം ചെയ്യുന്നത് ഡോക്ടർ ബിജു ബാലകൃഷ്ണൻ, ശ്രീകൃഷ്ണ കോളേജിലെ അധ്യാപകനാണ്, കവിയാണ്. അദ്ദേഹത്തെ വളരെ സ്നേഹാദരവോടെ സ്വാഗതം ചെയ്യുന്നു.
നമുക്ക് വിശിഷ്ടാതിഥിയായിട്ട് എത്താമെന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ കവിയും ഗാനരചയിതാവുമായിട്ടുള്ള ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരനാണ്. അദ്ദേഹം വരും. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിലും സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മളുടെ ക്യാമ്പിലെ സന്ദർശകരായിട്ട് ഉച്ചതിരിഞ്ഞിട്ട് ഇവിടെ 9 ഇന്ന് 3 ദിവസങ്ങളിലായിട്ട് വലിയ എഴുത്തുകാർക്കുള്ള ഒരു ക്യാമ്പ് നമ്മുടെ കേരളമേലെ വലിയ ഹാൾ VVR ഹാളിൽ വെച്ച് നടക്കുന്നുണ്ട്. അതിൻ്റെ ഉദ്ഘാടന സെഷനാണ് ഡോക്ടർ ആർ ബിന്ദു, നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക വകുപ്പ് മന്ത്രി വരുന്നത്. ആ സമയത്ത് നമ്മളുടെ ക്യാമ്പ് സന്ദർശിക്കാനായിട്ട് അവർ വരും. അതുപോലെ തന്നെ കേരള സാഹിത്യ അക്കാദമി പ്രസിഡൻ്റായിട്ടുള്ള സച്ചിദാനന്ദ മാഷ്, അദ്ദേഹവും നിങ്ങളെ സന്ദർശിക്കാനായിട്ട് എത്തും. പിന്നെ നമ്മുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇതൊക്കെ നടക്കുന്നത് നമ്മുടെ കാവിശിക എന്ന് പറയുന്ന കവിതാ കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് കുട്ടികളുടെ ഈ ക്യാമ്പ് നടക്കുന്നത്. കവി രാവുണ്യാണ് കാവിശികയുടെ ചെയർമാൻ. അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. നിങ്ങളെ കുറച്ച് നേരത്തെയൊക്കെ സ്വാഗതം ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ വളരെ സ്നേഹാദരവോടെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മൾക്ക് ഇപ്പോൾ നേരത്തെ പറഞ്ഞ നിങ്ങൾക്ക് ഒരു ഇൻട്രോ ഒക്കെ തന്ന ഡോക്ടർ പ്രമോദ് കെ നാറാത്ത് ഡയറ്റിലെ സീനിയർ ലെക്ചററാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ക്യാമ്പിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടുള്ള സിന്ധു ഭദ്ര ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ നിങ്ങൾക്ക് നല്ല നാടൻ പാട്ടുകളും കവിതകളും പാടുന്ന വ്യക്തിയാണ്. അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സെഷനിലെ നാടൻ പാട്ടുകളൊക്കെ നിങ്ങൾക്ക് പാടിത്തരും. അവരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്, നല്ലൊരു ചിറ്റൂർ ഗവൺമെൻറ് കോളേജിലെ ഒരു അധ്യാപിക ഡോക്ടർ ശ്രീജ PT, നിങ്ങൾക്കൊരു പാട്ട്, സംഗീത അധ്യാപികയാണ് അവർ നിങ്ങൾക്കൊരു പാട്ട് പഠിപ്പിച്ചു തരും. അപ്പോൾ അതിൻ്റെ എന്താ പറയുക, ശാസ്ത്രീയമായിട്ടുള്ള വശങ്ങളൊക്കെ ടീച്ചർ ആ സമയത്ത് വിശദീകരിക്കും. അപ്പോൾ ടീച്ചറെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. പിന്നെ നിങ്ങളുടെ കഥകൾ എഴുതുന്ന 2 വിഭാഗത്തിലുള്ള കുട്ടികൾ, സാഹിത്യ ക്യാമ്പ് ആയതുകൊണ്ട് നമ്മുടെ സാഹിത്യ ക്യാമ്പാണെന്നാണ് പറഞ്ഞത്. അതിൽ കവിത എഴുതുന്നവരുണ്ട്, കഥ എഴുതുന്നവരുണ്ട്, ലേഖനങ്ങൾ എഴുതുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ രചനകൾ വിലയിരുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നിങ്ങൾക്കതിൻ്റെ കൂടുതൽ തിരുത്തലുകൾ, ഇനി എങ്ങനെ മാറ്റം വരുത്തണം, അല്ലെങ്കിൽ അതിൻ്റെ നല്ല വശങ്ങൾ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്, രചനാ തന്ത്രങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിക്കാൻ 5 പേരും കൂടി നമുക്ക് അതിഥികളായിട്ട് ചേരുന്നുണ്ട്. നമ്മുടെ മുന്നിലുണ്ട് മനീഷ, നല്ല കവിയാണ്, കഥാകാരിയാണ്, എല്ലാ മേഖലയും കൈകാര്യം ചെയ്യുന്ന ആള്. ലളിതകലാ അക്കാദമിയിലെ തൃശ്ശൂർ ലളിതകലാ അക്കാദമിയിൽ ജോലി ചെയ്യുന്നു. അവരെ സ്വാഗതം ചെയ്യുന്നു. മനീഷ. രേഖ, ബിനില ഒന്ന് വരൂ. ബിനില കെ ബാബു നമ്മുടെ ക്യാമ്പിൻ്റെ നിങ്ങളുടെ ഗ്രൂപ്പ് ചർച്ചയിൽ നിങ്ങളോട് സംവദിക്കാനൊക്കെ വരുന്നതാണ്. ബിനിലയെ സ്വാഗതം ചെയ്യുന്നു. രേഖ, നമ്മുടെ കാവിശികയിൽ നിങ്ങൾ ഒരുപാട് പേർക്ക് ഇഷ്ട കവിത എന്ന മേഖലയിൽ കൂടെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത വ്യക്തിയായിരിക്കാം. ഇഷ്ട കവിതയുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് രേഖയാണ്. അതുപോലെ കാവിശികയിൽ നല്ലൊരു കവിയാണ്. നിങ്ങളോട് കവിതയുടെ രസതന്ത്രങ്ങൾ വ്യാഖ്യാനിക്കാനാണ് വന്നിട്ടുള്ളത്. രേഖ ചേച്ചിയെ സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ മൈക്ക് കൈമാറാണ്. അധ്യക്ഷത അലങ്കരിക്കാനായി ഡോക്ടർ ജോൺ ജോഫി മാഷെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ വന്നപ്പോൾ നോക്കിയത് അത് ജോർജ് വർഗീസേട്ടനല്ലേ എന്നാണ് ഞാൻ നോക്കി. 70 വയസ്സ് കഴിഞ്ഞ വർഗീസേട്ടൻ ഇവിടെ വന്ന് പഠിതാവായിട്ടാണോ ക്യാമ്പില്? അതെ.
എനിക്ക് വളരെ ഞാൻ ആ ആളല്ലേ, എനിക്ക് വളരെ പരിചയമുള്ള ഒരാളാണ്. 10-70 വയസ്സ് കഴിഞ്ഞ ഒരാളാണ്. നല്ലൊരു വായനക്കാരനാണ്. വടക്കാഞ്ചേരി ഭാഗത്താണ് താമസിക്കുന്നത്. എനിക്ക് അദ്ദേഹവുമായിട്ട് വളരെയധികം പരിചയമുണ്ട്. ഞാൻ ആളല്ലേ എന്ന് പല പ്രാവശ്യമായി നോക്കുന്നു, തിരിഞ്ഞും മറിഞ്ഞൊക്കെ നോക്കി. അപ്പം സ്ഥിരീകരിച്ചു. അപ്പം ഇതൊരു ക്യാമ്പാണ്. ഈ ക്യാമ്പിൽ നമ്മൾ ഒരു ദിവസമല്ലേ ഇവിടെ പരിപാടി? ഈ ഒരു ദിവസത്തിൽ പല ആളുകൾ പല അറിവിൻ്റെ തുണ്ടങ്ങളുമായിട്ട് ഇവിടെ വരും. അപ്പോൾ നമുക്ക് ചിലതൊക്കെ പഠിക്കാൻ പറ്റും. എൻ്റെ പേര് ജോൺ ജോഫി എന്നാണ്. ഞാനൊരു UP സ്കൂളിൽ അധ്യാപകനായിരുന്നു, ഹൈസ്കൂൾ അധ്യാപകനായിരുന്നു, ഹയർ സെക്കൻഡറി അധ്യാപകനായിരുന്നു, പ്രിൻസിപ്പാളായിരുന്നു. എനിക്ക് സാഹിത്യ താല്പര്യം ഉണ്ട് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഞാൻ പഠിച്ചതും പഠിപ്പിച്ചതും ഒക്കെ എക്കണോമിക്സ് എന്ന് പറഞ്ഞ വിഷയമായിരുന്നു. സാഹിത്യ താല്പര്യമുള്ളതുകൊണ്ട് കുറേ കാലമായിട്ട് ഇത്തരം പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്നു. അപ്പോൾ നമ്മളിവിടെ പഠിക്കാൻ വന്നത് എന്താണ് സാഹിത്യം എന്ന് ആണ് പഠിക്കാനാണ് അവിടെ വന്നത്. സാഹിത്യം അല്ലേ അല്ലേ? നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അവരുടെ കണ്ണിലേക്ക് നോക്കുമ്പോൾ കണ്ണിൽ നക്ഷത്രം മിന്നുണ്ടോ അല്ലെങ്കിൽ മിന്നിക്കണം, അല്ലെങ്കിൽ നമ്മൾ പിന്നെ വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ 10-26 കൊല്ലം അധ്യാപകനായിരുന്നുകൊണ്ട് ആദ്യം നക്ഷത്രം മിന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. ഓരോ ആളുകളുടെയും കണ്ണിലേക്ക് നോക്കുക. ഇപ്പൊ നക്ഷത്രങ്ങളൊക്കെ കണ്ണിങ്ങനെ തെളിഞ്ഞ് 6 മിനിറ്റൊക്കെയാണ് ഒരാൾക്ക് വേറെ ആളെ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. ഇവിടെ അരമണിക്കൂർ ആണ് എനിക്ക് അനുവദിച്ച സമയം. ഞാനൊരു 20 മിനിറ്റൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കും. അപ്പൊ എന്താണ് സാഹിത്യം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ ചർച്ച, ഇതൊരു ചർച്ചയായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ ഞാൻ ഈ ക്യാമ്പിൽ വരുമ്പോൾ എൻ്റെ ഒരു ആഗ്രഹം, നമ്മളുമായിട്ട് നിങ്ങളുമായിട്ടൊക്കെ സംവദിക്കുമ്പോൾ ഞാനും നവീകരിക്കുക, നമ്മൾ നമ്മളെ തന്നെ പുതുക്കി പണി. അപ്പോൾ നിങ്ങൾക്കും എനിക്കും നവീകരണം ഉണ്ടാവാനാണ് ഈ ക്യാമ്പ് കാവിശക ഒരുക്കിയിട്ടുള്ളത്. അപ്പൊ ഞാനും നിങ്ങളുമായി സംവദിക്കുമ്പോൾ എനിക്കും നവീകരണം. ഇപ്പൊ എന്താണ് സാഹിത്യം എന്ന് ചോദിക്കുമ്പോൾ, സാഹിത്യം ഒരു ഭാഷാ വസ്തുവാണ്. ഇനി ഇവിടുന്ന് അങ്ങനെയുള്ളതൊക്കെ നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിച്ചുകൊണ്ട് പറ്റുന്ന പദങ്ങളൊക്കെ പരമാവധി നമുക്ക് സ്വീകരിക്കാൻ വേണ്ടി ലോകത്തിലെങ്ങുമുള്ള ഉത്കൃഷ്ടങ്ങളായ ചിന്തകൾ എൻ്റെ തലയിൽ വന്ന് കയറട്ടെ എന്നാണ് ഋഗ്വേദത്തിലെ ഒരു പ്രാർത്ഥന. ലോകത്തിലെങ്ങുമുള്ള ഉത്കൃഷ്ടങ്ങളായ ചിന്തകളൊക്കെ എൻ്റെ തലയിലേക്ക് വന്ന് കയറും. അപ്പൊ ഞാനിവിടെ പറഞ്ഞത് സാഹിത്യം ഒരു ഭാഷാ വസ്തുവാണ് എന്നാണ്. അപ്പൊ എൻ്റെ ചോദ്യം, ഞാൻ ചെറിയ ചോദ്യം നിങ്ങളോട് ചോദിക്കും, നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഇത് മൈക്ക് നിങ്ങളല്ലേ? എന്താണ് ഭാഷ? അപ്പൊ ഞാൻ പറഞ്ഞു സാഹിത്യം ഒരു ഭാഷാ വസ്തുവാണ്. എന്താണ് ഭാഷ? നിങ്ങൾക്ക് ആർക്കും പറയാം. നമ്മൾ പറയുന്നതൊക്കെ ഉറക്കെ പറയാം. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സ്രോതസ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നിങ്ങൾ സമയമാകുമ്പോൾ ബെല്ലടിച്ചാൽ മതി. ഇപ്പൊ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നമ്മൾ പരമാവധി മലയാളത്തിലേക്ക് പറയുകയാണെങ്കിൽ നമുക്ക് നന്നാവും. നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ഒരു ആശയം, ഒരു കാര്യം മറ്റൊരാളോട് പറയാനുള്ള മാധ്യമമാണ് ഭാഷ. ഓരോന്നും നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചു പോകണം. നമ്മുടെ ഉള്ളില് ഒരു കാര്യമുണ്ട്, കാര്യം വേറെ ആളോട് പറയണം. ആ പറയാൻ വേണ്ടിയിട്ടുള്ള മാധ്യമമാണ്, ഇപ്പൊ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ മീഡിയ ആണ് ഭാഷ എന്ന്. ഇപ്പൊ ഭാഷ പല രൂപങ്ങളുണ്ട്. ഇപ്പൊ മനുഷ്യവർഗം ഉണ്ടായ ആദ്യകാലത്ത് ഭാഷ എന്ന് പറയുന്നത് ഏത് ഭാഷയായിരുന്നു? തലവണ്ടൊക്കെ പുകയ്ക്കണം. മനുഷ്യണ്ടായ ആദ്യത്തെ ഭാഷാരൂപം എന്തായിരുന്നു? നിങ്ങൾ ആലോചിക്കുക, ഇതൊക്കെ ഒരു ആലോചനയുടെ ഒരു ഇതും കൂടിയാണ്. ചിത്രം വരയ്ക്കുക. ഒരാൾ മറ്റൊരാളോട് സംസാരിച്ചു പോയത് എങ്ങനെയായിരുന്നു? ഏത് ഭാഷാരൂപമായിരുന്നു? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നാണ് നമ്മൾ പറഞ്ഞത്. മറ്റേ ആംഗ്യ ഭാഷ. നമ്മളൊരു ആള് നല്ലൊരു കാര്യം പറയണമെങ്കിൽ ഒന്ന് കൈയടിച്ച്, അപ്പൊ നമുക്കൊരു ഉഷാറ്, അങ്ങോട്ടും ഇങ്ങോട്ടും
കൊടുത്തും കൊണ്ടൊക്കെ പോണം. അപ്പോഴാണ് ഒരാൾ നല്ലത് പറയുമ്പോൾ നമ്മൾ കൈയടിക്കുമ്പോൾ അയാൾക്കൊരു സന്തോഷം കിട്ടും, ഒരു സുഖം കിട്ടില്ലേ. ആംഗ്യ ഭാഷ. ഇപ്പൊ ഭാഷയുടെ ആദ്യ രൂപം ആംഗ്യമാണ്. പിന്നെ ഇവിടെ പറഞ്ഞു എന്താണ്, ചിത്രവും ഒരു ഭാഷാരൂപമാണ്, ശില്പവും ഒരു ഭാഷാരൂപമാണ്, വർത്തമാനം ഒരു ഭാഷാരൂപമാണ്, സംസാര ഭാഷ, എഴുത്ത് ഭാഷ. ഇങ്ങനെ ഭാഷയ്ക്ക് പല രൂപങ്ങളുണ്ട് അല്ലേ, പല രൂപങ്ങളുണ്ട് ഭാഷ. അപ്പൊ നമ്മൾ ഒരു കാര്യം എഴുതുമ്പോൾ എഴുത്ത് ഭാഷ, അതിന് ലിപി വേണം വേണ്ടേ, എഴുത്തിന് ലിപി വേണ്ടേ വേണ്ടേ. അപ്പൊ നമ്മള് ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു വാക്ക് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം, വേർഡ്. അക്ഷരങ്ങൾ വേണം, അക്ഷരങ്ങൾ വേണം വേണ്ടേ. ഈ അക്ഷരങ്ങൾ ചേർന്നിട്ടാണ് വാക്കുണ്ടാവും. വാക്കുകൾ ചേർന്ന് എന്തുണ്ടാവും, വാചകമുണ്ടാവും. അക്ഷരങ്ങൾ ചേർന്നാൽ വാക്ക്, വാക്കിൽ നിന്ന് വാചകം അല്ലേ. പല വാചകങ്ങൾ ചേർന്നാൽ എന്തുണ്ടാവും, ഒരു ആശയം ഉണ്ടാവും. ചിലപ്പോൾ ഒറ്റ വാചകത്തിൽ തന്നെ ആശയം ഉണ്ടാക്കാം, ചിലപ്പോൾ ഒറ്റ വാക്കിൽ പോലും ആശയം ഉണ്ടാവും. ചില സമസ്ത പദങ്ങൾ എന്ന് പറഞ്ഞ സാധനമുണ്ട്, പല പദങ്ങൾ ചേർന്ന് നിൽക്കുന്ന ഒരു സാധനം, സമസ്ത പദങ്ങൾ. അപ്പൊ അങ്ങനെ ചില സമസ്ത പദങ്ങൾ തന്നെ ആശയം ധ്വനിപ്പിക്കുന്നതായി. ഇനി ഈ അക്ഷരത്തിന് ചെറിയ രൂപമുണ്ട്, കേട്ടിട്ടുണ്ടോ? അക്ഷരത്തിന് ചെറിയ രൂപമുണ്ട്. അവിടെ മുകളിലിരിക്കുന്ന വർഗീസറിനൊക്കെ പറയാം, അക്ഷരത്തിന്റെ ചെറിയ രൂപം ചിഹ്നങ്ങൾ എന്നാണ്. അതിനൊരു പേരുണ്ട്, വർണ്ണം എന്നാണ് പറയുക, വർണ്ണം. അപ്പൊ അക്ഷരത്തിന്റെ ചെറുരൂപമാണ് വർണ്ണം എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ പുതിയൊരു ആശയമല്ലേ ഇപ്പൊ നിങ്ങൾ സ്വീകരിച്ചത്. ഇപ്പൊ ഈ ക്യാമ്പിൽ വന്നിട്ട് ഒരു ആശയം നിങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞു, പുതിയത്. ഇതുവരെ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ, ഇതുവരെ പറഞ്ഞൊക്കെ നിങ്ങൾക്ക് അറിയാം. ഈ സാധനം നിങ്ങൾക്ക് അറിയില്ല. അപ്പൊ ഒരു സാധനം കിട്ടിയില്ലേ, അങ്ങനെ എത്രണ്ണം കിട്ടിയതും കൂടി നമ്മൾ ക്യാമ്പെന്ന് പോകുമ്പോൾ നോക്കണം. അപ്പൊ വർണ്ണങ്ങൾ ചേർന്ന് അക്ഷരമുണ്ടാകുന്നു, അക്ഷരങ്ങൾ ചേർന്ന് വാക്കുണ്ടാകുന്നു, വാക്കുകൾ ചേർന്ന് വാചകമുണ്ടാവും. അപ്പൊ അർത്ഥമുള്ള വാക്കുകൾ, എല്ലാ വാക്കിനും അർത്ഥമുണ്ട് അല്ലേ, എല്ലാ വാക്കിനും അർത്ഥമല്ലേ. അർത്ഥമുള്ള വാക്കുകളെ ഔചിത്യപൂർവം ചേർത്ത്, എങ്ങനെ ചേർക്കണം, ഔചിത്യപൂർവം, അതോടൊപ്പം കുറച്ച് സൗന്ദര്യാത്മകതയും കൂടി ചേർക്കണം. അപ്പോൾ അർത്ഥമുള്ള വാക്കുകളെ ഔചിത്യപൂർവം സൗന്ദര്യാത്മകമായി ചേർത്ത് വെച്ചാൽ സാഹിത്യമുണ്ടാവും. സാഹിത്യ പലഹാരം ഉണ്ടാക്കണ സ്റ്റെപ്പാണ് ഞാൻ പറഞ്ഞത്. എങ്ങനെയാണ് ഉണ്ടാക്കണത്? അർത്ഥമുള്ള വാക്കുകളെ ഔചിത്യപൂർവം സൗന്ദര്യാത്മകമായി ചേർത്ത് വെച്ചാൽ എന്തുണ്ടാവും, സാഹിത്യമുണ്ടാവും. ഈ കാര്യം ഒന്ന് വിസ്തരിക്കലാണ് ഇനി ഈ ക്യാമ്പ് കൊണ്ട് മൊത്തത്തില് ഉണ്ടാവേണ്ട ഒരു കാര്യം. ഇപ്പൊ എന്താ സാഹിത്യം എന്ന് മനസ്സിലായില്ലേ? സാഹിത്യം എന്ന് പറഞ്ഞ വാക്കിന്റെ ധാതു, അതിന്റെ രൂപം, തുടക്ക രൂപം എന്ന് പറയുന്നത് സഹിതം എന്ന് പറയുന്ന ഒരു വാക്കാണ്. സഹിതം, സഹിതം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ആരെങ്കിലും കേട്ടുണ്ടോ? മുതിർന്നവർക്കും പറയാം, വർഗീസാറ്റിനും പറയാം, ഇവിടെയൊക്കെ പറയാം. സഹിതം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഒരുപാട് മുമ്പിൽ വന്നിരിക്കുകയും ചെയ്തു. ചാക്കോ സാറിനോട് ചോദിക്കും. അപ്പൊ സഹിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ എന്നാണ് അർത്ഥം. ചേർന്ന് പോകുന്നത്. ചേർന്ന് കൂടെ. ആരുടെ കൂടെ? ആരുടെ കൂടെ? സഹിതം ആരുടെ കൂടെ നിൽക്കണേ? മനുഷ്യന്റെ കൂടെ. സഹിതം ആരുടെ കൂടെ നിൽക്കണേ? മനുഷ്യന്റെ കൂടെ നിൽക്കുന്നതാണ് സാഹിത്യം. കേൾക്കുന്നില്ലേ? ഇപ്പൊ നമ്മൾ സാഹിത്യം, അപ്പൊ ഇവിടെ ആമുഖം ഇതൊക്കെ പറഞ്ഞപ്പോഴൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്, അനുഭവങ്ങൾ എന്നൊക്കെ പറഞ്ഞു അല്ലേ. ഇപ്പൊ യഥാർത്ഥത്തിൽ സാഹിത്യത്തിന്റെ ഉള്ളടക്കം, സാഹിത്യത്തിന്റെ ഉള്ളിൽ എന്താ ഉള്ളത്? സാഹിത്യത്തിന്റെ ഉള്ളിൽ ഉള്ളത് എന്താ? എന്താണ് സാഹിത്യം ശരിക്ക്? അതിലെന്താ ഉള്ളത്? ഭാഷയുണ്ട്, ആശയമുണ്ട്. ഈ ആശയം എന്താണ്?
എന്തിനെ പറ്റിയാണ്? സാഹിത്യം എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത്? അല്ലെങ്കിൽ അതിന്റെ ഉള്ളിൽ നമ്മൾ എന്താ കയറ്റി വെച്ചാൽ സാഹിത്യത്തിൽ അനുഭവങ്ങൾ. ആരുടെ അനുഭവങ്ങൾ? മനുഷ്യന്റെ അനുഭവങ്ങൾ. യഥാർത്ഥത്തിൽ സാഹിത്യം എന്താണ്? ജീവിതമാണ് സാഹിത്യം. ജീവിതത്തിന്റെ ആഖ്യാനമാണ്. ജീവിതത്തെ പറ്റി നമ്മൾ എഴുതുന്നതാണ് യഥാർത്ഥ സാഹിത്യം. അതുകൊണ്ടാണ് ആശാൻ, ആരാശാൻ? കുമാരനാശാൻ, അദ്ദേഹം പാടി കൃതികൾ മനുഷ്യ കഥാനുഗായികൾ. കൃതികൾ എന്താണ്? എല്ലാ കൃതികളും എന്താണ്? മനുഷ്യ ജീവിതമാണ് എന്നുള്ളതാണ്. മനുഷ്യ ജീവിതമാണ്. ഈ എഴുത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ബൈബിൾ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ബൈബിളിന് 2 രൂപമുണ്ട്, 2 ഭാഗമുണ്ട്. രൂപമല്ല, 2 ഭാഗം. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ബൈബിളിന്റെ 2 ഭാഗം? പറഞ്ഞോ, ഉറക്കെ പറഞ്ഞോ. പഴയ നിയമം, പുതിയ നിയമം. പഴയ നിയമം, പുതിയ നിയമം. ആരും പറയാത്തത് പറയുമ്പോൾ ഒരു കയ്യടി കൊടുക്കണം നിങ്ങള്. പഴയ നിയമവും പുതിയ നിയമവും. പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പുതിയ നിയമം 4 പേര് എഴുതിയ സുവിശേഷമാണ്. ക്രിസ്തുവിനെ പറ്റി എഴുതിയ, ക്രിസ്തുവിന്റെ ജീവിതത്തെ പറ്റി എഴുതിയ 4 ആൾ എഴുതിയ സുവിശേഷങ്ങളാണ്. ആരൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും? വിശുദ്ധ മത്തായി, മാർക്കോസ്, ലൂക്ക, യോഹന്നാൻ. കൊടുക്കാം. ഇത് നമ്മൾ പുതിയ അറിയാത്ത കാര്യങ്ങൾ മറ്റുള്ളവർക്ക് അറിയാത്ത പറയുമ്പോൾ നമുക്കൊരു കൗതുകല്ലേ? കൗതുകമില്ലേ? സാഹിത്യം എന്ന് പറയുന്നത് എന്താണ്? കൗതുകം ഉണ്ടാക്കുന്ന പ്രവർത്തനമാണ് സാഹിത്യം. എന്താണ്? കൗതുകം ഉണ്ടാക്കുക, ആകാംക്ഷ ജനിപ്പിക്കുന്ന പ്രവർത്തനമാണ് സാഹിത്യം ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഈ 4 സുവിശേഷങ്ങളില് യോഹന്നാൻ എഴുതിയ സുവിശേഷം ആരംഭിക്കുന്നത്, നിങ്ങൾ ഇനി വീട്ടിൽ ബൈബിൾ ഉണ്ടെങ്കിൽ, വീട്ടിൽ ബൈബിൾ ഉണ്ടാവും, അല്ലെങ്കിൽ ലൈബ്രറിയിൽ ബൈബിൾ ഉണ്ടാവും, ബൈബിൾ പോയിട്ട് എടുത്ത് ഒന്ന് പോയി വായിക്കുക. യോഹന്നാൻ എഴുതിയ സുവിശേഷം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ആദിയിൽ വചനം ഉണ്ടായിരുന്നു. കേൾക്കുന്നുണ്ടോ? വചനം ദൈവത്തോടു കൂടിയായിരുന്നു. രണ്ടാമത്തത്. മൂന്നാമത്തെ ഒരു പെടപെടക്കുണ്ട്. എന്താണ്? വചനം ദൈവമായിരുന്നു എന്നാണ് പറഞ്ഞത്. എന്താ കഥ? പറയടാ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു. മൂന്നാമത്തെ വാചകമാണ് കടുപ്പം. വചനം എന്തായിരുന്നു? വചനം ദൈവമായിരുന്നു. അതുകൊണ്ട് വാഗ്ദേവത എന്ന് പറഞ്ഞാൽ ഭാരതീയ ചിന്തയിൽ വാഗ്ദേവത ആരാണ്? വാക്കിന്റെ ദേവത ആരാണ്? വാക്കിന്റെ ദേവത. അവരെ സഹായിക്കുക. വാക്കിന്റെ ദേവത സരസ്വതി. അപ്പൊ വാക്കിന് ഏതുവരെ ഉയരുണ്ട്? ഏതുവരെ വലിപ്പുണ്ട്? അതുകൊണ്ടാണ് ദൈവം തന്നെയാണെന്ന് പറഞ്ഞല്ലേ വാക്ക്. അതുകൊണ്ടാണ് ഒരു ചിന്തകൻ പറഞ്ഞത്, എനിക്ക് തോക്കു വേണ്ട, വാക്കുമതി എന്നാണ്. വാക്കുമതി. വാക്കിനൊരു ഊക്കുണ്ട് എന്നുള്ളതാണ്. അത് തോക്കിനേക്കാൾ വലിപ്പമുള്ള ഊക്കാണ്. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? വാക്കിന്റെ ഊക്ക് തോക്കിനേക്കാൾ വലിപ്പമുണ്ട് എന്നുള്ളതാണ്. അത്ര പവറാണ് വാക്കിന്, വാക്കിന്റെ ഊക്ക്. അതുകൊണ്ട് തന്നെയാണ് ഈ ബൈബിളും മറ്റുള്ള മറ്റേ പുരാണങ്ങളൊക്കെ എന്ത് പറഞ്ഞത്? ഇത് വാക്കെന്താണ്? ദൈവമാണ് എന്ന് പറഞ്ഞു. നമ്മൾ ഒരു സാഹിത്യ കൃതി എങ്ങനെ ഉണ്ടാക്കുക എന്ന് നേരത്തെ പറഞ്ഞ അർത്ഥമുള്ള വാക്കുകളെ ഔചിത്യപൂർവം സൗന്ദര്യാത്മകമായി ചേർത്ത് വെച്ച സാഹിത്യം ഉണ്ടാവും എന്ന് പറഞ്ഞു അല്ലേ? ആ സാഹിത്യത്തിന് ഏതൊരു കൃതിക്കും 2 ഭാഗങ്ങളുണ്ട്, അല്ലെങ്കിൽ 2 ഘടകങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം രൂപം എന്നുള്ളത്. രൂപം. രണ്ടാമത്തത് ഭാവം എന്നുള്ളതാണ്. രൂപം, ഭാവം. കേൾക്കുന്നില്ലേ? നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്താണ് രൂപം എന്ന് പറയുന്നത്? നമ്മൾ പറയുന്ന കാര്യം എങ്ങനെയാണ് പറയുന്നത് എന്നതാണ് രൂപം എന്ന് പറയുന്നത്. എങ്ങനെ പറയുന്നു, ഹൗ, എങ്ങനെ പറയുന്നു, അതാണ് ഫോം, രൂപം എന്ന് പറയുന്നത്. ഓക്കെ.
ഇനി ഭാവം എന്ന് പറയുന്നതാണ് എന്താണ് പറയുന്നത്, വാട്ട്, ഇതിന്റെ ഉള്ളിൽ എന്താ മുതലുള്ളത്, അതിനെ നമ്മൾ പ്രമേയം എന്ന് പറയും, ഉള്ളടക്കം എന്ന് പറയും, കണ്ടന്റ് എന്ന് പറയും, അന്തസത്ത എന്ന് പറയും. അതാണ് ഭാവം എന്ന് പറയുന്നത്. അപ്പൊ ഒരു കൃതിക്ക് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ എഴുതാൻ ആരംഭിക്കുമ്പോൾ ഈ രണ്ട് കാര്യമാണ് ഒരു കൃതിയുടെ പ്രധാന ഘടകങ്ങൾ, സവിശേഷത. ഒന്ന് രൂപം എന്ന് പറയും, രണ്ട് ഭാവം എന്ന് പറയുന്നത്. ഭാവം എന്ന് പറയുന്നത് എന്താണ്? കണ്ടന്റ്, ഉള്ളടക്കം, അതെങ്ങനെ പറയുന്നു എന്നതാണ്. ഇപ്പൊ നമ്മള് വീട്ടിലൊരു വിശിഷ്ടാതിഥി വന്നു, അദ്ദേഹത്തിന് നമ്മുടെ വീട്ടില് നമ്മുടെ ബർത്ത്ഡേ ആയിരുന്നു, അല്ലെങ്കിൽ നമ്മളൊരു ഗ്ലാസ് പായസം കൊടുക്കണം, അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ പായസം കൊടുക്കുക. അപ്പൊ ഒരു കോളാമ്പി, മൂത്രമൊഴിക്കണ കോളാമ്പി, പണ്ട് ആളുകള് മൂത്രമൊഴിച്ചെടുത്ത് കോളാമ്പിയിൽ വെച്ചിട്ട് രാത്രി അത് കൊണ്ട് കളയും. ഈ ഒരു കോളാമ്പി, മൂത്രമൊഴിക്കുന്ന കോളാമ്പി എന്ന് പറഞ്ഞാൽ വീട്ടിലുണ്ടോന്ന് അറിയില്ല, കേട്ടില്ല കോളാമ്പി? അപ്പൊ ആ സാധനമൊക്കെ കഴുകി വൃത്തിയാക്കി മോശമായി വൃത്തിയാക്കിയിട്ട് അതില് പായസം കൊടുത്താൽ, നല്ല പായസമാണ്, നന്നാവോ? പായസം നല്ലതല്ലേ? പായസം നല്ലതല്ലേ? കണ്ടന്റ് ഉള്ളടക്കം പായസം നല്ലതാണ്. വെച്ചത് എവിടെയാണ്? മാറിപ്പോയി. അതുകൊണ്ട് ഹൗ, എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഏറ്റവും വലിയൊരു കാര്യം, ഇപ്പൊ നമ്മളൊരു പൂവ്, റോസാപ്പൂ എടുത്തിട്ട് കുപ്പത്തൊട്ടിയിൽ ഇട്ടാൽ അതവിടെ കിടക്കും. ആ സാധനം എടുത്തിട്ട് ഒരു ഫ്ലവർ വൈസ് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ മേശയിൽ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അപ്പൊ കുപ്പത്തൊട്ടിയിൽ വെക്കുന്ന പൂവിനെ മേശപ്പുറത്ത് വെക്കുമ്പോൾ ഔചിത്യപൂർവം വെച്ചു എന്നുള്ളതാണ്. ഔചിത്യം, എന്ത്, എപ്പോൾ, എങ്ങനെ, എവിടെ, ഇതാണ് ഔചിത്യം എന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ സാഹിത്യത്തിന്റെ അന്തസത്ത രൂപീകരിക്കുന്നതിന്റെ ഒരു ഘടകം എന്താണ്? ഔചിത്യം എന്ന് പറയുന്നത്. കേൾക്കുന്നില്ലേ? അപ്പൊ നമ്മുടെ സാഹിത്യത്തിന് വിവിധ രൂപങ്ങളുണ്ട്. ആ രൂപങ്ങളൊന്ന് നോവലാണ്, പിന്നെ പല രൂപങ്ങൾ നിങ്ങൾക്ക് പറയാം. കഥ, പിന്നെ ലേഖനം, പിന്നെ ഒരാളും മിണ്ടാതിരിക്കരുത് ഇവിടെ, എല്ലാവരും മിണ്ടണം. അനുഭവക്കുറിപ്പ്, ഓർമ്മക്കുറിപ്പ്, ജീവചരിത്രം, ആത്മകഥ, യാത്രാ വിവരണം, ഇങ്ങനെയാണ് പറയാം. നിങ്ങൾ വളരെ ഡൈനാമിക്, വളരെ ചടുലതയുള്ള കുട്ടികളാണ്, അങ്ങനെ ഉഷാറുണ്ടാവണം, നല്ല ഉഷാറിൽ പറയണം. ഓക്കെ. ഇപ്പൊ പല രൂപങ്ങളുണ്ട് സാഹിത്യത്തിന്. അതിലൊരു രൂപമാണ് ചെറുകഥ. ഞാനൊരു 10 മിനിറ്റ് ചെറുകഥയും കൂടി സംസാരിച്ചിട്ട് അവസാനിപ്പിക്കാം. എന്താണ് ചെറുകഥ എന്നും കൂടി പറഞ്ഞ് നിർത്താം. അപ്പൊ ഒരു 10 മിനിറ്റ് കഴിഞ്ഞില്ലേ? ആരെ സമയം നോക്കാൻ ആൾക്കാര് ഇവരൊക്കെ റിവോളെ കൂട്ടുമോ? 10 മിനിറ്റ് കൂടി അനങ്ങാം. എന്താണ് ചെറുകഥ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ ചെറുകഥയിൽ ഗവേഷണം നടത്തുന്ന ഒരാളാണ്. ഇപ്പോൾ ഒരു കഴിഞ്ഞ 3 വർഷമായിട്ട് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളും കൂടിയാണ്. അപ്പൊ എന്താണ് ചെറുകഥ എന്നുള്ളത്? നമ്മൾ കഥ കേട്ടിട്ടില്ലേ? കഥ കേൾക്കാൻ താല്പര്യമില്ലേ? കഥ കേൾക്കാത്തവരും പറയാത്തവരും കുറവായിരിക്കും ഇവിടെ. കേട്ടിട്ടില്ലേ? ആരെങ്കിലും പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ വായിച്ചിട്ടുണ്ടാവും. നമ്മൾ വായിച്ചതോ കേട്ടതോ ആയ കാര്യം മറ്റവരോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പൊ കഥയുടെ ശ്രോതാവോ, കഥ പറയുന്ന ആളെ എന്ത് പറയും സാഹിത്യ ഭാഷയിൽ? കഥ പറയുന്നതിന് എന്തെന്ന് പറയും സാഹിത്യ ഭാഷയിൽ? ആഖ്യാനം എന്ന്, പറച്ചിൽ. ഒരു വാക്ക് പഠിച്ചു, ആഖ്യാനം പഠിച്ചോ? അപ്പൊ നമ്മളൊക്കെ ആഖ്യാതാക്കളുമാണ്, ശ്രോതാക്കളുമാണ്. കേട്ടാലോ ശ്രോതാവോ, ഇനി വായിച്ചാലോ വായനക്കാരൻ. അതിനൊന്നും കൂടി പറയുകയാണെങ്കിൽ ആസ്വാദകൻ, ആസ്വാദക. അപ്പൊ ആസ്വാദകരാണ്, ശ്രോതാക്കളാണ്, ആഖ്യാതാക്കളാണ്. ഇപ്പൊ എന്താണ് കഥ? യഥാർത്ഥത്തിൽ എന്താണ് കഥ? ഞാനൊരു 4-5 ജീവിത സന്ദർഭങ്ങൾ പറയാം. അവന്റെ കഥ ഞാൻ കഴിക്കും എന്ന് പറഞ്ഞു. കഥ ഞാൻ കഴിക്കും. അവന്റെ ജീവിതം അവസാനിപ്പിക്കും എന്നതാണ്, അല്ലെ? അവന്റെ കഥ ഞാൻ കഴിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ
നീ ഇങ്ങോട്ട് വന്നവനെ ഇങ്ങോട്ട് വന്നടാ ഒരു കാര്യം, അവന്റെ കഥ ഞാൻ പറയട്ടെ, ഒരു കഥയുണ്ടാ അവനെ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കഥന കഥ കഥനമാവാം, കഥനല്ലാത്തതാ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിലെ ഒരു രഹസ്യം ഞാൻ പറഞ്ഞുതരാം. അവളൊരു കഥയില്ലാത്ത ആളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൗരവമില്ല എന്നർത്ഥം. അപ്പോ അവന്റെ കഥയൊക്കെ ഞാൻ കഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവനെ പൊന്തി വരില്ല കേട്ടോ. അവന്റെ കഥയൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്. എന്താ അതിൻ്റെ അർത്ഥം? അവന്റെ ജീവിതം ഞാൻ അവസാനിപ്പിച്ചു കൊടുക്കുന്നു. ഇതെന്നൊക്കെ കഥ എന്ന് പറഞ്ഞാൽ എന്താണ്? കഥ എന്ന് പറഞ്ഞാൽ കഥ എന്നാൽ ജീവിതമാണ് എന്നർത്ഥം. ജീവിതത്തിന്റെ ആവിഷ്കാരമാണ് കഥ എന്നുള്ളതാണ് പഞ്ച്. എന്താണ് കഥ? ജീവിതത്തിന്റെ ആവിഷ്കാരമാണ് കഥ എന്നത്. അപ്പോ കഥ എന്നാ ആരംഭിച്ച്? കഥ എന്നാ ആരംഭിച്ച്? കഥയൊക്കെ നമ്മൾ ജനിക്കുമ്പോഴേ സാഹിത്യം തുടങ്ങിയതോടെ. സാഹിത്യം എന്നാ ആരംഭിച്ചിട്ടുണ്ടാവും? സാഹിത്യം എന്നാ മനുഷ്യനുണ്ടായെന്നൊക്കെ. അവിടെയാണ് കാര്യം. മനുഷ്യനുണ്ടായ കാലം മുതൽ സാഹിത്യം ആരംഭിച്ചു. അന്ന് മുതൽ നമ്മുടെ കഥ ആരംഭിച്ചു. സമ്മതിക്കില്ലേ? മനുഷ്യൻ എന്ന് ഉണ്ടായി അന്ന് മുതല് കഥയും ഉണ്ടായി. ഇപ്പൊ മൃഗകഥകൾ പുസ്തകത്തിൽ വായിച്ചില്ലേ? മൃഗകഥകൾ, അനുഭവ കഥകൾ, യക്ഷിക്കഥകൾ, സംഭവ കഥകൾ, പിന്നെ കഥകൾ പല തരം കഥകളുണ്ട്. ഇതൊക്കെ വളരെ മനുഷ്യണ്ടായ കാലം മുതൽ. നിങ്ങൾ കഥാപുസ്തകങ്ങൾ, ഭാരതീയ കഥാപുസ്തകം, ഈസോപ്പ് കഥകൾ വായിച്ചിട്ടുണ്ടോ? ഈസോപ്പ് കഥ, കെട്ടുകഥകൾ, ഫെയറി ടെയിൽ, അനക്ഡോട്ട്, പലതരം കഥകളുണ്ട്. ഈസോപ്പ് കഥകൾ, 1001 രാവുകൾ കേട്ടിട്ടുണ്ടോ? ഈജിപ്ഷ്യൻ മാന്ത്രിക കഥകൾ, പഞ്ചതന്ത്രം കഥകൾ, പഞ്ചതന്ത്രം കഥകൾ, കഥാസരിത് സാഗരം ഇല്ലേ? ഇപ്പൊ ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും പല രൂപങ്ങളിൽ കഥകൾ നിൽക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ കഥയ്ക്ക് പറയുന്ന പേരെന്താണ്? ചെറുകഥ എന്ന്. കഥ എന്നല്ല പറയുന്നത്, ചെറുകഥ എന്ന. എന്താ ഇതിന്റെ വ്യത്യാസം? ചെറുതായി പറയുന്ന കാരണം ചെറുകഥ എന്നാണ് അല്ലേ? അപ്പൊ ഇന്നത്തെ ചെറുകഥ എന്ന് പറയുന്ന ആ സാഹിത്യ രൂപം കൊള്ളുന്നത് ഒരു 150 കൊല്ലൊക്കെ ആയിട്ടുള്ളൂ. വ്യവസായ വിപ്ലവം എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? വ്യവസായ വിപ്ലവം. വ്യവസായ വിപ്ലവം എന്താ കുട്ടിയെ? വ്യവസായ വിപ്ലവം, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കേട്ടില്ലേ? യൂറോപ്പില് യന്ത്രങ്ങളുടെ സഹായത്തോടു കൂടി ഉൽപാദനം വർദ്ധിപ്പിച്ചു. ഇപ്പൊ വ്യവസായ വിപ്ലവത്തിന്റെ നിർവചനം മാഷ് പറഞ്ഞ യന്ത്രങ്ങളുടെ സഹായത്തോടു കൂടി ഉൽപാദന രംഗത്തുണ്ടായ വൻ കുതിപ്പിനെയാണ് വ്യവസായ വിപ്ലവം എന്ന് പറയുന്നത്. പുതിയൊരു ആശയം പഠിപ്പിച്ചു. എന്താണ് വ്യവസായ വിപ്ലവം? യന്ത്രങ്ങളുടെ സഹായത്തോടു കൂടി ഉൽപാദന രംഗത്തുണ്ടായ വൻ കുതിപ്പിനെയാണ് വ്യവസായ വിപ്ലവം എന്ന് പറയുന്നത്. അപ്പൊ വ്യവസായങ്ങൾ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാ? യന്ത്രങ്ങൾ വെച്ചിട്ടാണ്. അപ്പൊ യന്ത്രങ്ങൾ എവിടെ ഇരിക്കും? എന്നിട്ട് മനുഷ്യൻ യന്ത്രങ്ങളുമായി കൂടുതൽ ഇടപഴകിയപ്പോൾ അവന് വർത്താനം പറയാൻ, ആൾക്കാരായിട്ട് വർത്താനം പറയാൻ നേരല്ല. അവൻ ഒറ്റപ്പെട്ടു പോകുന്നൊരവസ്ഥ വന്നു. ആ ഒറ്റപ്പെടലിന്റെ കാലഘട്ടത്തിലാണ് അവനവനോട് വർത്താനം പറയാൻ തുടങ്ങുന്ന ഒരു സ്വഭാവം ഉണ്ടാക്കി. അതിൻ്റെയൊക്കെ ഭാഗമായി രൂപം കൊണ്ടതാണ് ചെറുകഥ എന്ന് പറയുന്നത്. ചെറുകഥ ഒരു 150 കൊല്ലൊക്കെ ആയിട്ടുള്ളൂ. അപ്പോ കഥയുടെ 2 രൂപങ്ങൾ, നോവലും കഥാരൂപമാണ്. നോവൽ എന്താണ്? കഥാരൂപമാണ്. ചെറുകഥയും കഥാരൂപമാണ്. നോവല് കുറച്ചുകൂടി വലുതായി വിസ്തരിക്കുന്നു, ചെറുകഥ ചെറുതായി പറയും. വ്യത്യാസം മനസ്സിലായില്ലേ? കഥയും നോവലൊക്കെ, ചെറുകഥയും നോവലൊക്കെ എന്താണ്? കഥാരൂപങ്ങളാണ്. കേൾക്കുന്നുണ്ടോ? നോവലും കഥയാണ്, ചെറുകഥയും കഥയാണ്. പക്ഷെ ചെറുകഥയുടെ പ്രത്യേകത ചെറുതായി എന്നതിനേക്കാൾ ഞാൻ ചെറുകഥയെ പറ്റി ഒരു 5-6 കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കും. എന്താണ് ചെറുകഥ?
ചെറുകഥ എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം അതിൻ്റെ ദൈർഘ്യമാണ്, എത്ര വലിപ്പം വേണം എന്ന്. എഡ്ഗാർ അലൻ പോ എന്ന് പറയുന്ന എഴുത്തുകാരനാണ് കഥയെ പറ്റി ഏറ്റവും ആദ്യം നിർവചനങ്ങളുമായിട്ട് വന്നത്. അദ്ദേഹം പറഞ്ഞത് ഒരു അരമണിക്കൂറും 2 മണിക്കൂറിന്റെ ഇടയിൽ വായിച്ചു പോകാവുന്ന ഒരു വലിപ്പമാണ് 500 വാക്കിനും 20,000 വാക്കിനും ഇടയിലുള്ള ഒരു വലിപ്പമാണ് ഈ സാഹിത്യ രൂപത്തിന് വേണ്ടത്, ചെറുകഥയ്ക്ക് വേണ്ടത്. വല്ലാതെ വലിപ്പം പാടില്ല. പിന്നെ എന്താണ് ആവിഷ്കരിക്കുന്നത്? മനുഷ്യ ജീവിതം എന്ന് പറയുമ്പോൾ നിരവധി സംഭവങ്ങൾ ഉണ്ടാവും, ഇല്ലേ? മനുഷ്യ ജീവിതം നിരവധി സംഭവങ്ങൾ ഉണ്ടാവും. ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നതിന് നിരവധി സന്ദർഭങ്ങളുണ്ട്. പക്ഷെ ചെറുകഥ എന്ന് പറയുന്നത് ഒറ്റ സന്ദർഭത്തിന്റെ ജീവിതാവിഷ്കാരമാണ്. എന്താണ്? ഒരൊറ്റ സന്ദർഭം, ഒറ്റ സംഭവം, ഒറ്റ അവസ്ഥ, ഒറ്റ സാഹചര്യം. അപ്പൊ ഒറ്റ സന്ദർഭത്തിന്റെ ജീവിതാവിഷ്കാരമാണ് ഏക സന്ദർഭ നിഷ്ഠത എന്നാണ് പറയുന്നത്. ഒരൊറ്റ പോയിന്റ് മാത്രം. അപ്പൊ കഥയുടെ കേന്ദ്രീകരണം എന്ന് പറയുന്നത് ഒരു ജീവിത ബിന്ദുവിലായിരിക്കണം എന്നതാണ്. വല്ലാതെ പരത്തി വിവരിക്കാൻ പോകരുത്. അപ്പൊ രണ്ടാമത്തെ ഒരു പോയിന്റ് ചെറുകഥയുടെ സംക്ഷിപ്താഖ്യാനം എന്നാണ്, ചുരുക്കി പറയാം. ഇപ്പൊ കോവിലൻ എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കോവിലൻ കേട്ടിട്ടുണ്ടോ? കോവിലൻ എഴുതിയ ഏതെങ്കിലും പുസ്തകത്തിന്റെ പേര് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? കോവിലിനെ പറ്റി കേട്ടിട്ടുണ്ടോ? കോവിലൻ പറഞ്ഞു, കോവിലൻ ഒരു കുഷ്ഠരോഗിയെ വിവരിക്കാൻ വേണ്ടി കഥ എഴുതുമ്പോൾ ആരംഭിക്കുകയാണ്. അങ്ങനെ 2-4 പേജ് കുഷ്ഠരോഗിയെ പറ്റി വിവരിച്ചു. അപ്പൊ കോവിലൻ പറഞ്ഞത് അതൊക്കെ കീറിക്കളഞ്ഞു, വീണ്ടും കീറിക്കളഞ്ഞു, എഴുതാ വിട്ട് അവസാനം കുഷ്ഠരോഗിയെ പറ്റി എന്തെഴുതിയിട്ട് ഇയാൾക്കൊരു തൃപ്തിയില്ല. അവസാനം എഴുതിയത് മുഴുവൻ വെട്ടി ഒറ്റ എഴുത്താണ്, ഒരു കഷ്ണം അസ്ഥി. കുഷ്ഠരോഗിയെ നമ്മൾ ആലോചിക്കണം. എങ്ങനെയുണ്ട്? കുഷ്ഠരോഗിയെ കണ്ടിട്ടുണ്ടോ? കുഷ്ഠരോഗിയെ കണ്ട ഒരാള് അതിന്റെ ദൈന്യത ഇതൊക്കെ വളരെ വിസ്തരിച്ചു അവസാനം എഴുതി എന്നത് ഒരു കഷ്ണം അസ്ഥി. ഇത്രയുള്ളൂ. അപ്പൊ നമ്മള് വല്ലാതെ പരാപരപ്പ് പറയാതെ, വിവരിച്ചു പോകാതെ ചെറുകഥ എന്താണ് സംക്ഷിപ്തമായി ആഖ്യാനം ചെയ്യണം. ഒരു മലയാളത്തിലെ ഒരു പ്രശസ്തനായ ചെറുകഥാകൃത്താണ് S.V. വേണുഗോപൻ നായർ എന്ന് പറഞ്ഞ ആൾ. അദ്ദേഹം പറഞ്ഞു, ഒരു നല്ല പഴുത്ത് തുടുത്ത ഒരു മുന്തിരിങ്ങയാണ് ചെറുകഥ എന്നത്. അതിലേക്ക് നമ്മൾ ചെറിയ സൂചി കടത്തിയിട്ട് ലേശം വെള്ളം അടിച്ച് കയറ്റുകയാണെങ്കിൽ എന്നിട്ടാവും അത് പൊട്ടും. കേൾക്കുന്നുണ്ടോ? നന്നായി പഴുത്ത് തുടുത്ത മുന്തിരിങ്ങയിലേക്ക് സിറിഞ്ച് വെച്ചിട്ട് വെള്ളം അങ്ങോട്ട് അടിച്ചു കയറ്റുകയാണെങ്കിൽ അത് പൊട്ടും. ഇനി ഒരു സിറിഞ്ച് വെച്ചിട്ട് വെള്ളം വലിച്ചെടുക്കുകയാണെങ്കിൽ അത് പൊട്ടും അല്ലെങ്കിൽ ചൊട്ടും. കേൾക്കുന്നുണ്ടോ? അപ്പോൾ ചെറുകഥ എന്ന് പറയുന്നത് സംക്ഷിപ്താക്കിയാൻ, ആവശ്യത്തിന്, കുറവുമില്ല കൂടുതലുമില്ല. ത്രാസിന് സാധനം തൂക്കിയിടുകയില്ലേ, കറക്റ്റില് വേണം. അതുകൊണ്ട് വല്ലാതെ വലിച്ചു നീട്ടരുത് എന്നതാണ്. ഇപ്പോ കേരളത്തില് ഇപ്പൊ അടുത്ത കാലത്ത് എഴുത്തച്ഛൻ അവാർഡ് കിട്ടിയ ഒരാൾ തൃശ്ശൂർ ജീവിച്ചിരിക്കുന്നു. ആരാണ് അദ്ദേഹം? എഴുത്തച്ഛൻ അവാർഡ് കിട്ടിയ ഒരാൾ തൃശ്ശൂർ ജീവിച്ചിരിക്കുന്നത്. നാളെ ഇവിടെ വരും അദ്ദേഹം നിരൂപണത്തെ പറ്റി പ്രഭാഷണം നടത്താൻ വേണ്ടി. അച്യുതാനന്ദനല്ല, അദ്ദേഹത്തിന് എഴുത്തച്ഛൻ അവാർഡ് കിട്ടിയിട്ടില്ല. ആരാണ്? S.K. വസന്തൻ മാഷ്. S.K. വസന്തൻ നാളെ ഇവിടെ വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു കഥയുണ്ട്, ഒറ്റ വാചകമുള്ള കഥ. റേഷൻ കടക്കാരന്റെ ഭാര്യ പ്രസവിച്ചു. ശ്രദ്ധിക്കണേ, കുഞ്ഞിന് തൂക്കം വളരെ കുറവായിരുന്നു. റേഷൻ കടക്കാരന്റെ ഭാര്യ പ്രസവിച്ചു, കുട്ടിക്ക് തൂക്കം വളരെ കുറവായിരുന്നു. ഒറ്റ വരിയിലാണ് ഒരു കഥ അവതരിപ്പിച്ചത്. ലോക സാഹിത്യത്തിലെ മറ്റൊരു കഥ ഞാൻ നിങ്ങളോട് പറയാം, വളരെ ചെറിയൊരു കഥ. ആൾക്കാർ മരിച്ചു കഴിഞ്ഞാൽ വേറൊരു ജീവിതം ഉണ്ടാകുന്നു, സ്വർഗം നരകണ്ടെന്നൊക്കെ നമ്മളിങ്ങനെ വിശ്വസിച്ച് പോരുന്നില്ലേ? വെറുതെ വിശ്വസിച്ച് പോരും.
അപ്പൊ സ്വർഗത്തിന്റെ കാവൽക്കാരനായ ഗബ്രിയേൽ മാലാഖ അങ്ങനെ നിൽക്കണ നേരത്തെ ഒരു ബിഷപ്പും സ്വർഗത്തിലേക്ക് വന്നു, ഒരു പട്ടാളക്കാരനും സ്വർഗത്തിലേക്ക് വന്നു. അപ്പൊ മറ്റേ പട്ടാളക്കാരനെ കണ്ടത് ആ റൂമാണ് നിങ്ങൾക്കുള്ളത്, അങ്ങോട്ട് പൊക്കോളൂ എന്ന് പറഞ്ഞിട്ട് പട്ടാളക്കാരനെ ചൂണ്ടിക്കാണിച്ചു. ബിഷപ്പിനോട് നിൽക്കാൻ പറഞ്ഞിട്ട് മറ്റേ ബാൻഡ് സെറ്റ് ഒക്കെ കൊണ്ടുവന്ന് പിപ്പി ടങ്കട അടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോവുക. പട്ടാളക്കാരനെ കലിയിളകി. പട്ടാളക്കാരൻ ഓടി വന്നിട്ട് ചോദിച്ചു, ഇത് എന്ത് നീതി, ഞങ്ങൾ രണ്ടാളും സ്വർഗത്തിലേക്ക് വന്നു, എന്നോട് ആ റൂം കാണിച്ചു തന്നിട്ട് പൊക്കോളാൻ പറഞ്ഞു, ഈ ബിഷപ്പിനെ എഴുന്നള്ളിച്ചു കൊണ്ടുപോകേണ്ട കാര്യം എന്താന്ന് ചോദിച്ചു. അപ്പൊ ഗബ്രിയേൽ മാലാഖ പറഞ്ഞു, ഞാനിവിടെ കാവൽക്കാരനായിട്ട് കുറെ കാലമായി, പട്ടാളക്കാരെ എല്ലാ ദിവസവും കൂടി വരുന്നുണ്ട്, ബിഷപ്പ് ആദ്യമായിട്ടാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? ഒരു കഥ എന്ന് പറയുന്നത് കഥയിൽ എന്തുണ്ടാവണമെന്നാ പറഞ്ഞ മാഷ്? കഥയിൽ എന്ത് വേണം? ജീവിതം വേണം എന്നതാണ്. അപ്പൊ ജീവിതത്തിന്റെ ആഖ്യാനമാണ് കഥ എന്ന്. ഇപ്പോ കഥയിൽ മറ്റൊരു കാര്യം ശീർഷകമാണ്. കഥയ്ക്ക് ഹെഡിങ് വേണ്ടേ? അപ്പൊ ശീർഷകം ഇടുമ്പോൾ ശീർഷകത്തിന്റെ ലക്ഷ്യം, തലക്കെട്ട് എന്ന് പറയുന്ന ലക്ഷ്യം എന്താണ്? കഥയിലേക്ക് ഒരു പ്രവേശന കവാടമാണ് ശീർഷകം. ധ്വനിക്കുക, സൂചിപ്പിക്കുക, ഇതാണ് കഥ. ഇപ്പോ ടി പത്മനാഭൻ എന്ന് പറയുന്ന എഴുത്തുകാരനെ കേട്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്ന് പറഞ്ഞ ഒരു ചെറുകഥയിൽ വായിച്ചിട്ടുണ്ടോ നിങ്ങൾ? പ്രകാശം പരത്തുന്ന മറ്റേ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഏതെങ്കിലും ഒരു ചെറുകഥയുടെ പേര് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? അത് നോവലല്ലേ? ജന്മദിനം. കാരൂർ കേട്ടിട്ടുണ്ടോ? കാരൂർ നീലകണ്ഠപിള്ള. മരപ്പാവകൾ എന്ന് പറയുന്ന ഒരു ചെറുകഥയുണ്ട്. പൂവമ്പഴം എന്ന് പറയുന്ന ചെറുകഥയുണ്ട്. മാധവിക്കുട്ടിയുടെ ചുവന്ന പാവാട, കോലാട് എന്നൊക്കെ പറയുന്ന ചെറുകഥകൾ. അപ്പൊ നമ്മൾ ശീർഷകം കൊടുക്കുമ്പോൾ എന്ത് വേണം? ധ്വനിപ്പിക്കാനേ പാടുള്ളൂ. പൊൻകുന്നം വർക്കിയുടെ ഒരു ചെറുകഥയുടെ പേരാണ് ശബ്ദിക്കുന്ന കലപ്പ. KT മുഹമ്മദിന്റെ ഒരു ചെറുകഥയുടെ പേരാണ് നീലക്കണ്ണുകൾ. ഇങ്ങനെ ധ്വനിപ്പിക്കാനേ പാടുള്ളൂ. ഇപ്പൊ ചില ആളുകൾ ഇപ്പൊ ഒരു കഥ എഴുതാം, വീട് വിട്ടുപോയ കുട്ടി തിരികെ വന്നു, ശീർഷകമാണ് കഥ. കളഞ്ഞു പോയ മാല കണ്ടു കിട്ടി. കേൾക്കുന്നുണ്ടോ? അപ്പോ ഒരിക്കലും അനാവരണം ചെയ്യരുത്. എന്ത് ചെയ്യരുത്? ശീർഷകം ഒരിക്കലും അനാവരണം ചെയ്യരുത്. എന്താണ് പാടുള്ളൂ? ധ്വനിപ്പിക്കാനേ പാടുള്ളൂ. ഞാന് സമയായില്ലേ? ഓക്കെ. അപ്പൊ അതുകൊണ്ട് വിസ്തരിച്ച് ഒരുപാട് പറയാനുണ്ട്. എന്തായാലും നിങ്ങൾ വളരെ സജീവമായി ഇത് കേൾക്കാനിരുന്നതിൽ വളരെയധികം സന്തോഷം. നന്ദി, നമസ്കാരം. ഓക്കെ, ഡൗട്ട് ചോദിച്ചോ? എല്ലാ കഥകളും ജീവിതമാണെന്ന് പറഞ്ഞു, അപ്പൊ എല്ലാവരും ജീവചരിത്രമായിക്കൂടെ? അപ്പൊ അതിനൊരു പ്രത്യേകതയുണ്ട്. ഞാനപ്പോ നല്ലൊരു ചോദ്യം ചോദിച്ചത്, എന്റെ ചോദ്യത്തിന് ഞാനൊരു മറുപടി പറയാം. എന്താണ് കഥ എന്നുള്ളതിന് ഞാൻ മറ്റൊരു ഡെഫിനിഷൻ പറയുമ്പോൾ അതിന് ഉത്തരം. എന്താണ് കഥ? ഞാൻ രണ്ടാമത്തെ ഡെഫിനിഷൻ, മുമ്പൊരു ഡെഫിനിഷൻ ഞാൻ പറഞ്ഞു. എന്താണ് പറഞ്ഞേ? ജീവിതത്തിന്റെ ആഖ്യാനമാണ് എന്ന് പറഞ്ഞു. ഇനിയും ഞാൻ പറയണമെന്ന് പറയുമ്പോൾ അതിന് ഉത്തരവും. ഉള്ള ഒരു കാര്യത്തോടു കൂടി, കേൾക്കണം, നന്നായി ശ്രദ്ധിക്കണേ, ഉള്ള ഒരു കാര്യത്തോടു കൂടി ഇല്ലാത്ത ഒരു കാര്യം. എന്താ പറഞ്ഞേ? ഉള്ള ഒരു കാര്യത്തോടു കൂടി ഇല്ലാത്ത ഒരു കാര്യം ഭാവന ചേർത്തിട്ട് ഉണ്ട് എന്ന് വരുത്തുന്ന രീതിയിൽ ആവിഷ്കരിക്കുന്നതാണ്. ഐഡിയ കിട്ടിയോ? അപ്പൊ ജീവിതചരിത്രമാവും അത്. ഇല്ലാത്തൊരു കാര്യം ഉള്ള കാര്യത്തിന്റെ ഇടയിൽ കൂടെ കയറ്റിയിട്ട് ഉണ്ട് നമ്മളങ്ങനെ വിചാരിപ്പിക്കുന്ന രീതിയിൽ ഭാവനയെ കൂട്ടുപിടിച്ച് ആവിഷ്കരിക്കുന്നതാണ്. എങ്ങനെയുണ്ട്? ഉത്തരയോ? നന്ദി, നമസ്കാരം.